എല്ലാവർക്കും എൻ്റെ ചെറിയ വലിയ നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ കയ്യടി മേടിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഒരു കലാകാരൻ സ്റ്റേജിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ സ്ക്രീനിലേക്ക് വരുമ്പോൾ പ്രേക്ഷകരായ നിങ്ങൾ നൽകുന്ന ആ 2 കൈ കൂട്ടിയടിക്കുന്ന ശബ്ദം, അതാണ് ഒരു കലാകാരൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അവാർഡ്. തീർച്ചയായിട്ടും ഈ 2 കൈയടി, ഈ 2 കൈ കൂട്ടിയടിക്കുന്ന ശബ്ദമാണ് എന്നെ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് വരെ കൊണ്ട് എത്തിച്ചത്. അതിൽ നിങ്ങളോട് നേരിട്ട് 1000 നന്ദി പറയട്ടെ. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതിൻ്റെ കാര്യകാരണങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഇനി നമുക്ക് എൻജോയ് ചെയ്യാം, സന്തോഷിക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ ബിഗ് ഫാദർ ആയിട്ടാണ് വന്ന് നിൽക്കുന്നത് അല്ലേ? അതെ. അപ്പോ മമ്മൂട്ടിക്ക് ഭീഷണിയാന്ന് പറയുന്നത് ശരിയാണോ? അങ്ങനെയൊന്നുമില്ലേ? അല്ല, നിങ്ങൾ തമ്മിൽ എന്തോ സാമ്യം ഉണ്ടെന്ന് പറയണം, മമ്മൂട്ടിയും പക്രുവും തമ്മിൽ. ചെറിയ സാമ്യമുള്ളൂ. എന്താ? അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗ്ലാമർ മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഞാൻ എന്റെ പൊക്കം മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പൊ നമുക്ക് അത്ഭുത ദ്വീപിൽ നിന്ന് തുടങ്ങാം. അതിൽ നിന്ന് തുടങ്ങിയതാണല്ലോ ഈ അത്ഭുതം സൃഷ്ടിക്കല്. ആ അനുഭവം ഒന്ന് പറയാവോ? അത്ഭുത ദ്വീപിലെ അനുഭവങ്ങൾ ഒരുപാടുണ്ട്. എടുത്തു പറയേണ്ട അനുഭവം കുതിരപ്പുറത്ത് പോയ ഒരു അനുഭവമാണ്. അതെന്താ അനുഭവം? അത് നല്ലൊരു അനുഭവമായിരുന്നു. അനുഭവം എനിക്കല്ലായിരുന്നു, കുതിരയ്ക്കായിരുന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അതിന് മനസ്സിലായത് അതിന്റെ പുറത്ത് ഒരാളുണ്ടെന്ന്. ഓ, ശരി ശരി ശരി. കാരണം കയറ്റി വെച്ചിട്ട് കെട്ടി വെച്ച് വിടുവായിരുന്നു. ആണല്ലേ? അപ്പൊ സാധാരണ ഈ കുതിരപ്പുറത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഈ നായകന്മാര് ഡൂപ്പുകൾ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഡൂപ്പുകൾ എല്ലാവരും ഉപയോഗിക്കായിരുന്നില്ലേ? എനിക്ക് ഡ്യൂപ്പിനെ കിട്ടത്തില്ല. അഥവാ കിട്ടിയാൽ തന്നെ 6 മാസം പ്രായമുള്ള കൊച്ചിനെ പിടിച്ചിരുത്തണം. അത് ശരിയാണ്. അതിലും ഭേദം ഞാനല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ ചെയ്തതാ. ഓ ശരി. അപ്പൊ നമ്മുടെ മലയാളത്തില് നമുക്ക് അഭിമാനിക്കുന്ന ഒത്തിരി നായികമാരുണ്ട് അല്ലെ? ആ നായികമാരില്ലാതെ അത്ഭുത ദ്വീപിൽ ബോളിവുഡിൽ നിന്നും ഒരു നായികയെ കൊണ്ടുവന്നു. അതിന് കാരണം എന്താ? മെലിഞ്ഞുകുട്ടി മോഡല്. അതെ അതെ അതെ. ചെറിയൊരു കാരണമുള്ളൂ. കാരണം മറ്റൊന്നുമില്ല, ഞാൻ മലയാളത്തിലെ പല നായികമാരെ ആലോചിച്ചു. കാവ്യമാധവനായാലോ, എന്നിട്ട് എന്താ വേണ്ട? ലാസ്റ്റ് ഞാൻ അവസാനം നമ്മുടെ മമതയെ വരെ ആലോചിച്ചു. എന്നിട്ട് എന്താ പറ്റിയെന്താ? വേറെ സംഭവമൊന്നുമില്ല. റൊമാൻസ് സീനൊക്കെ വന്ന ഒന്ന് വട്ടം പിടിക്കണ വലിയ പാടായിരിക്കും, ബുദ്ധിമുട്ടാവും. നമ്മൾ ചുറ്റിനും നടന്ന് ഓട്ടോ പിടിച്ച് പോകേണ്ടി വരും. അതുകൊണ്ട് ഞാൻ തന്നെ ആണല്ലേ? അപ്പൊ എന്തായാലും ഈ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ പ്രവേശിക്കുന്ന ഒരു കാരണം മിമിക്രി ആണല്ലോ. അപ്പൊ മിമിക്രിയിൽ 1-2 നമ്പറുകൾ. അല്ല, ഞാനിപ്പോ ഏത് സ്റ്റേജിൽ ചെന്നാലും എന്റെ അടുത്ത് ഞാൻ ആദ്യം ചെയ്യുന്ന ചില സംഭവങ്ങളുണ്ട്. അതില് ഇപ്പോ എന്താ വേണ്ടേ? ഏതാ ചെയ്യുന്നത്? അല്ല, കംപ്ലീറ്റ് കഴിവുകൾ ഏത് വേണമെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ. മൊത്തം കഴിവാണോ? അപ്പൊ ഇവിടം തൊട്ട് ഇവിടം വരെ കഴിവാ, പക്ഷെ പിഴിഞ്ഞെടുക്കണം. ഇപ്പൊ തന്നെ നാരങ്ങ പിഴിഞ്ഞ പോലെ ഇരിക്കണം, ഇനി അതും കൂടി പിഴിഞ്ഞെടുക്കണോ? ഒരു കാര്യം ചെയ്യാം, ഞാൻ വെസ്റ്റേൺ മ്യൂസിക്കിന്റെ സൗണ്ട് ശരി ശരി ഇതൊന്നും ഇല്ലാതെ ഞാൻ എന്റേതായിട്ടുള്ള രീതി ഈ ശരീരത്തിൽ നിന്ന് പുറപ്പെടുവിക്കും. ഓർക്കസ്ട്ര ഇല്ലാണ്ട്? ഓർക്കസ്ട്ര ഇല്ല, സ്വന്തം തൊണ്ടുകൊണ്ട്. പിന്നെ വല്ലവന്റെയും തൊണ്ടുകൊണ്ട് എനിക്ക് മ്യൂസിക് ഇടാൻ പറ്റും. അല്ല, സ്വന്തം തൊണ്ടോട്ട് പറ്റുമെന്ന് ചോദിച്ചാണ്. അത് പറ്റും ഈ ശരീരത്തിൽ. പ്രിയമുള്ളവരെ, അനൗൺസ്മെന്റ് നല്ല ഡെപ്ത് വേണം, ഇതുപോലെ അനൗൺസ് ചെയ്യാൻ പറ്റും. വെസ്റ്റേൺ മ്യൂസിക്. നീട്ടുന്നില്ല, ശ്വാസം കിട്ടുമല്ല. വേണ്ട വേണ്ട, അത്ര തന്നെ മതി. ഇനി വേറെന്താ? ട്രെയിനിന്റെ ശബ്ദമാണ്. ട്രെയിൻ. അതെന്താ? ട്രെയിൻ കൂവിയതാ. ശരി ശരി, വണ്ടി വിട്. അതെന്താ? വിസിലടിക്കാൻ പോകാൻ പറ്റത്തില്ല. ശരി ശരി. അതെന്താ? ഗ്യാസ് പോയി. നിന്റെ? എന്റെ അല്ലടാ, ട്രെയിൻ. വണ്ടി വിട്. ഓക്കെ ഓക്കെ. എന്താ? ഇപ്പോഴാണ് എനിക്ക് നിന്റെ യഥാർത്ഥ പണി മനസ്സിലായത്. ട്രെയിനിൽ കാപ്പി കച്ചവടം അല്ലേ? അത് വണ്ടി നിർത്താൻ വേണ്ടി പറഞ്ഞാണ്. വെറുതെ മിമിക്രിയാന്ന് പറഞ്ഞ് ജീൻസ് വിട്ട് നിൽക്കുവല്ലേ? അപ്പൊ നമ്മുടെ ഇവിടുത്തെ കൊച്ചുകുട്ടികൾക്ക് വേണ്ടിട്ട് എന്തെങ്കിലും? കൊച്ചുകുട്ടികൾ കുറ്റം ചെയ്യാതിരിക്കാൻ വേണ്ടിട്ടുള്ളതാണ് ബലൂൺ പൊട്ടിച്ചതിന് ശേഷമുള്ള കുമളയുടെ ശബ്ദം. ശരി ശരി. അത് ഇതാരും അനുകരിക്കരുത്, കൊച്ചുകുട്ടികൾ പ്രത്യേകം. ഇത് മിമിക്രിയാണ്. ഇങ്ങനെ മിമിക്രിയിൽ അനുകരിച്ചോ നേരിട്ട് അനുകരിക്കല്ലേ. ബലൂൺ പൊട്ടിച്ച് ഒരു ചെറിയ കുസൃതി. മതി മതി മതി, അണ്ണാക്കി പോവും. കണ്ട് കണ്ട് കണ്ട്. അതും പൊട്ടി പണ്ടാറടങ്ങി. ശരി ശരി. വേറെ വല്ലതും പൊട്ടിക്കണണ്ട? വേറൊന്നുമില്ല, വെടിക്കെട്ടിന്റെ ശബ്ദമുണ്ട്. വെടിക്കെട്ട്. അതും കൂടെ ആഘോഷമല്ലേ, അപ്പൊ പിന്നെ വെടിക്കെട്ടും ആയിക്കോട്ടെ. ഇതാരാ വിട്ടത്? ഞാൻ തന്നെയാ. ഇത്രയും പ്രതീക്ഷിച്ചില്ലല്ലേ? കൊള്ളാം, പച്ച.
അതെന്ത് പറ്റി? 4 ദിവസം കഴിഞ്ഞ് പൊട്ടും. ചന്ദ്രനിൽ പോയാ? ഒരെണ്ണം പോയല്ലോ, ഒരെണ്ണം പോയ യാതൊരു കുഴപ്പമില്ല. ശരി 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 ശരി. മാലപ്പടക്കത്തിന്റെ സൗണ്ട്. മാലപ്പടക്കം